Wipro Child Adolescent Adult and Age Development Foundation. ഇതിൻ്റെ STEM റോബോട്ടിക്സ് ആൻഡ് AI ശില്പശാല വിജയിക്കുള്ള ആദരവ് വളരെ മനോഹരമായ പരിപാടികൾ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നു. അതിൻ്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന മുൻ മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി സന്ധ്യ മനോജ്, ഇവിടെ എത്തിയിരിക്കുന്ന ഡയറ്റ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഷീജ എസ്, ഫൗണ്ടർ CEO STEM റോബോട്ടിക്സിന്റെ ശ്രീ രാജശേഖരൻ H, നമ്മുടെ ഈ പ്രസ്ഥാനത്തിന്റെ എല്ലാമായ ശ്രീമതി ശ്രീകുമാരി T, മറ്റ് അധ്യാപകരെ, അനധ്യാപകരെ, ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, കുഞ്ഞുകുട്ടികളെ, ഒത്തിരി സന്തോഷം തോന്നുന്നുണ്ട് നിങ്ങളുടെ കൂടെ ഈ ഒരു കുറച്ചു നേരമെങ്കിലും ചിലവാക്കുവാൻ കഴിയുന്നത്. ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് ക്ഷമാപണം ചോദിക്കുകയാണ്. രാവിലെ ചങ്ങനാശ്ശേരി താലൂക്ക് വികസന സമിതിയുടെ യോഗമുണ്ടായിരുന്നു. ആ യോഗം നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അല്പം നീണ്ടു. അതിനകത്തുനിന്ന് എനിക്ക് വരാൻ കഴിഞ്ഞില്ല. അതിനുശേഷം പെട്ടെന്ന് 2 ശവസംസ്കാര ചടങ്ങും വന്നു. അതുകൊണ്ടാണ് വരുവാൻ താമസിച്ചത്. എന്തായാലും നിങ്ങളെ അക്ഷമയോടെ ഇത്രയും നേരവും കാത്തിരുന്നതിൽ ഒത്തിരി നന്ദി അറിയിച്ചു കൊള്ളുകയാണ്. നമ്മുടെ ലോകം മുഴുവൻ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ തലമുറ ജീവിക്കുന്നത്. അതിന്റെ മാറ്റം നമ്മുടെ ഭാരതത്തിലും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഭാരതം സ്വാതന്ത്ര്യം നേടിയപ്പോൾ 1947-കളിൽ ഓരോ മേഖലയാണ് തൊഴിൽ സാധ്യതയോടെ ഉണ്ടായിരുന്നത്. ഒരുപക്ഷെ സ്വാതന്ത്ര്യം നേടിയ സമയത്ത് ഭാരതത്തിൽ കൂടുതൽ കാർഷിക മേഖലയായിരുന്നു. അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് അല്ല, അഗ്രികൾച്ചർ കാർഷിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ട വ്യവസായങ്ങൾ വരെ ഉണ്ടായിരുന്നു. ടാറ്റയും ബിർളയും ഒക്കെ തന്നെ അന്ന് വ്യവസായ മേഖലയിൽ വന്നിരുന്നു. ആ 2 സെക്ടർ കഴിഞ്ഞാണ് പിന്നീട് നമുക്കറിയാം ഇൻഫ്രാസ്ട്രക്ചർ വന്നത്. സാധ്യതകൾ, ജോലി സാധ്യതകൾ മുഴുവൻ അങ്ങോട്ടായിരുന്നു. പാലങ്ങള്, ബിൽഡിങ്ങുകൾ, റോഡുകൾ, ഇതെല്ലാം നാട്ടിൽ വന്നു. റെയിൽവേസ്, അപ്പം ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കാണ് നമുക്ക് ശരിക്കും അടുത്ത സെഗ്മെന്റിലോട്ട് വന്നത്. നിങ്ങൾ കുഞ്ഞുകുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഓരോ കാര്യങ്ങളായതുകൊണ്ട് ഞാൻ പറഞ്ഞത്. നമുക്ക് പിന്നീട് വന്ന സർവീസ് സെക്ടറാണ്. ഹോട്ടൽസ്, ഹോസ്പിറ്റൽസ്, അങ്ങനെ ടൂറിസം മേഖലകൾ, അങ്ങനെ ആ ഒരു മേഖലയിലോട്ട് കൂടുതൽ ജോലി സാധ്യതകൾ വന്നു. പിന്നീട് നമുക്കറിയാം, നമ്മുടെ എല്ലാ മുന്നിൽ തന്നെ കണ്ടുകൊണ്ടുള്ള IT മേഖലയ്ക്കായിരുന്നു ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യത. കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇന്ന് ഈ ഒരു കാലഘട്ടത്തിൽ ഇത് മാറിയിരിക്കുന്നു. വീണ്ടും AI, നമ്മൾ ഇവിടെ തന്നെ പറയാം, STEM റോബോട്ടിക്സിലെ സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്സ്, ആ ഒരു മേഖല തീർച്ചയായിട്ടും AI വളരെ മുന്നോട്ട് പോവുക. ഒപ്പം തന്നെ നിങ്ങൾ വിവിധ മേഖല എന്ന് പറയുമ്പോൾ ഡാറ്റ സയൻസ്, നിരവധി സാധ്യതയുള്ള മറ്റ് മേഖലയാണ്. കമ്പ്യൂട്ടർ, ഈ ക്ലൗഡിംഗ്, അങ്ങനെ പല മേഖലകളുണ്ട്. പുതിയ മേഖലകളാണ്. പഴയ ട്രഡീഷണൽ ആയിട്ടുള്ള പ്രൊഫഷണൽ കാര്യങ്ങളൊക്കെ മാറി തന്നെ പുതിയ യുഗത്തിലെ പിള്ളേർക്ക് പുതിയ രീതിയിലുള്ള ജോലി സാധ്യതകളാണ് യഥേഷ്ടമുള്ളത്. ഈ ജോലി സാധ്യതകൾ തീർച്ചയായിട്ടും നമുക്ക് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്ന ഏറ്റവും നല്ല പ്രായം എന്ന് പറയുന്നത് ഈ കുട്ടികളുടെ പ്രായത്തിൽ. ഈ ഒരു സമയത്താണ് ഓൾമോസ്റ്റ് മോർ ദാൻ 75% ഇവരുടെ ബ്രെയിൻ വളരുന്ന സമയം. അതെന്താണ് അവർക്ക് ഉണ്ടാകുന്ന ഇൻപുട്ട്. ആ ഇൻപുട്ട് തീർച്ചയായിട്ടും ആ ഇൻപുട്ട് വർക്കൗട്ട് ചെയ്യുകയും ചെയ്യണം. അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു നല്ല ബ്രില്യൻറ്റ് സ്കോളറായിട്ട് പിള്ളേർ വന്നു. അതിനുവേണ്ട ഫുൾ സപ്പോർട്ട് പേരൻസ്, ടീച്ചേഴ്സ്, സൊസൈറ്റി എല്ലാവരും കൊടുക്കാമെന്നുണ്ടെങ്കിൽ വെറുതെ പിള്ളേർ വളരുക എന്നുള്ളതല്ല, നല്ല കുട്ടികളെ ഭാരതത്തിൽ സംഭാവന ചെയ്യാൻ കഴിയും. ഇവിടെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചാൽ മതി, വിദേശ രാജ്യങ്ങളിലോട്ട് നമ്മൾ പോകേണ്ട കാര്യമില്ല. ഭാരതം അതിഭയങ്കരമായിട്ട് മറ്റ് രാജ്യങ്ങൾക്ക് മാതൃകയായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നല്ല സാധ്യതയുണ്ട്. പക്ഷെ നമ്മൾ ആ സാധ്യത ശ്രദ്ധിക്കാതെ +2 കഴിഞ്ഞ ഉടൻ തന്നെ നമ്മൾ മറു രാജ്യങ്ങൾ, നമുക്കറിയാം, നമ്മുടെ വീട്ടിലെ വീടും പുരയിലും ഒക്കെ പണയം വെച്ച് 20 ലക്ഷവും 30 ലക്ഷവും പണയം വെച്ചുകൊണ്ടാണ് ഈ കാനഡയും ജർമ്മനി, UK ഒക്കെ ആൾക്കാർ പോകുന്നത്. അവിടെ ഇതിനൊരു അവസാനം വന്നാൽ നമ്മുടെ അവസ്ഥ വളരെ മോശമായി. അതുകൊണ്ട് തന്നെ അതിനൊന്നും പോകാതെ തന്നെ കഴിയുമെങ്കിൽ ഞാൻ പറയുകയാണ്, ചെറുപ്പത്തിലെ തന്നെ ജോബ് ഓറിയന്റഡ് ആയിട്ട് പുതിയ എന്താണ്, ഒരു മൊബൈൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ TV എങ്ങനെയാണ് റിപ്പയർ ചെയ്യുന്നത്, ഒരു ബൈക്ക് എങ്ങനെയാണ് റിപ്പയർ ചെയ്യുന്നത്, ഒരു കാറിനെ പറ്റി അറിയുക, ഇങ്ങനെയുള്ള ടെക്നോളജികളും കാര്യങ്ങളും ഒക്കെ നമ്മൾ ചെറുപ്പത്തിലെ അറിയാമെങ്കിൽ നമുക്കൊരു വാസന ഉണ്ടായി.
അതുപോലെ തന്നെ ഈ കുട്ടികളെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇവർക്ക് ഇവരുടേതായ ഒരു സർഗാത്മക കഴിവ് തീർച്ചയായും എന്തെങ്കിലും ഒരു കഴിവ് കുട്ടികൾക്ക് പ്രത്യേകതയായിട്ട് കാണും. ആ സർഗാത്മക കഴിവ് എന്താണെന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൻ്റെ ഒരു സപ്പോർട്ട് നമ്മൾ പേരൻസ് ടീച്ചേഴ്സുമാണ് കുട്ടികൾക്ക്. ഈ ചാൻഡ് എല്ലാ കുഞ്ഞുങ്ങൾക്കും എന്തെങ്കിലും ഒരു പേഴ്സണാലിറ്റി, നമുക്കറിയാം പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് സൗന്ദര്യമല്ല, യഥാർത്ഥത്തിൽ എന്നിൽ അടങ്ങിയിരിക്കുന്ന പ്രത്യേകത എന്താണോ അതാണ് എൻ്റെ പേഴ്സണാലിറ്റി. ഒരുപക്ഷെ നല്ല ഹാൻഡ് റൈറ്റിംഗ് ആയിരിക്കാം, നല്ലവണ്ണം പാട്ട് പാടുന്നതായിരിക്കും, പല ആൾക്കാരുമായിട്ട് നല്ലവണ്ണം ഇടപെട്ട് ഹൗ ടു ഡീൽ വിത്ത് പീപ്പിൾ, അതൊക്കെ ചില ആൾക്കാർക്ക് പ്രശ്നം സോൾവ് ചെയ്യാൻ നല്ല മിടുക്കായിരിക്കും. ഇങ്ങനെയൊക്കെ ഓരോ പേഴ്സണാലിറ്റി ഉണ്ട്. ഒരാളുടെ നടപ്പ് പോലെ പേഴ്സണാലിറ്റിയാണ്, നല്ല രീതിയിൽ നടക്കുന്നു, നല്ല രീതിയിൽ പെരുമാറുന്നു. അപ്പോൾ ആ ഓരോ പേഴ്സണാലിറ്റിയാണ് ആ ആൾക്കാരെ ഇത്രയും വലുതാക്കുന്നത്. കുട്ടികളായി ഇവരെ അവരുടെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്ത് ഈ പറഞ്ഞ പുതിയ ടെക്നോളജിയിലൊക്കെ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ഇവർക്ക് നിരവധി എന്റർപ്രണർഷിപ്പ് ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. പുതിയ നിരവധി സാധ്യതകളുണ്ട്. സ്റ്റാർട്ടപ്പ് പദ്ധതികൾ, എത്രയോ സ്റ്റാർട്ടപ്പ് പദ്ധതികൾ നമുക്കറിയാം. ചൈനയിൽ നിന്ന് ഇവിടെ എത്രയോ നല്ല സാധനങ്ങൾ നമ്മുടെ നാട്ടിൽ വരുന്നുണ്ട്. എന്ത് രസമുള്ള ഫിനിഷ്ഡ് ഗുഡ്സ് ആണ് ഇവിടെ കിട്ടുന്നത്. അതൊക്കെ അവരുടെ വീടുകളിൽ ഉണ്ടാക്കുന്ന ഓരോ കുടിൽ വ്യവസായമാണ്. ഒരുവിധം എല്ലാ വീടുകളിലും ഉള്ള കുടിൽ വ്യവസായം. പക്ഷെ നമ്മുടെ നാട്ടിൽ അതിനെപ്പറ്റി പ്രോത്സാഹിപ്പിക്കാൻ ഗവൺമെന്റോ കാര്യങ്ങളോ തയ്യാറായിട്ടില്ല. നമുക്കെന്തോ ഒരു വൈറ്റ് കോളർ ജോബ് മാത്രം മതി എന്നൊരു തീരുമാനം കൊണ്ട് അങ്ങനെയൊക്കെ ആക്കാം. ഇനി ഞാൻ പറയാൻ പോകുന്നത് വരാൻ പോകുന്ന വിദ്യാർത്ഥികൾ കാണാൻ പോകുന്ന ലോകം വൈവിധ്യമാണ്, വളരെ വ്യത്യാസമുള്ള ലോകമാണ്. ഒരു 10 വർഷം കഴിയുമ്പോഴേക്ക് ഇന്ന് കാണുന്ന നമ്മുടെ രീതിയോ ചിന്താഗതിയോ ഒന്നും ആയിരിക്കില്ല 10 വർഷത്തിന് ശേഷം. അപ്പോൾ അത് നമുക്കൊരു ദീർഘവീക്ഷണത്തോടെ അത് എന്തായിരിക്കും എന്നുള്ള മനസ്സിലാക്കാൻ കഴിയും. മലയാളികൾ വിചാരിച്ചതാണോ 25 വർഷം മുമ്പ് വിചാരിച്ചാണ് നമ്മൾ കുടിവെള്ളം കാശ് കൊടുത്ത് കഴിക്കേണ്ടി വരുന്നത്. നമ്മളിപ്പോൾ കുടിവെള്ളം കാശ് കൊടുത്ത് കഴിക്കുകയാണ്. ട്രെയിൻ യാത്ര ചെയ്താൽ എവിടെയാണ് നിരവധി സുലഭമായിട്ടുണ്ടായിരുന്ന വെള്ളമാണ്. അപ്പോൾ ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. നമ്മുടെ ഭക്ഷണ സംസ്കാരം മാറിയില്ലേ, വേഷ സംവിധാനം മാറിയില്ലേ, കൾച്ചർ മാറിയില്ലേ, എവിടുന്നാണ് ഇതെല്ലാം ഉണ്ടായത്? ഇതെല്ലാം ഒരു ഗ്ലോബലൈസേഷൻ. ഈവൻ അവർ കൾച്ചർ ഓൾസോ ഇസ് എ ഗ്ലോബലൈസേഷൻ, നോട്ട് ഓൺലി ഇൻ ബിസിനസ് ബട്ട് ഓൾസോ ഈ നമ്മുടെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമായിട്ടാണ്. നമുക്ക് വിദേശ രാജ്യങ്ങളിൽ നിരവധി ആൾക്കാർ നമ്മുടെ പോയിട്ടുള്ളത് കൊണ്ട് അവർ തിരിച്ചു വരുമ്പോൾ സംസ്കാരം നമ്മളെവിടെയായി നിരവധി പ്രശ്നങ്ങളുമുണ്ട്. ഈ ഗ്ലോബലൈസേഷൻ്റെ സംസ്കാരം കൊണ്ട് നമുക്കറിയാം. മയക്കുമരുന്നിൻ്റെ ഒരു പ്രശ്നം വിദേശ രാജ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് നമ്മുടെ ബോംബെ, നമ്മുടെ മെട്രോ സിറ്റികളിലായിരുന്നൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മാറി ഇപ്പോൾ എറണാകുളത്ത് വന്ന് പട്ടണങ്ങളിൽ ഇപ്പോൾ ഗ്രാമങ്ങളിൽ വന്നിരിക്കുകയാണ്. അവിടെ ഒരു ശൃംഖല അതിഭയങ്കരമായിട്ട് നമ്മുടെ കുട്ടികളെ ചുറ്റുന്നുണ്ട്. 100 പേർക്കകത്ത് ഒരാൾ മതി, ഒരു എൻട്രി മാത്രം മതി. ആ ഒരാളായിരിക്കും 10 പേരെ ഇതിനകത്ത് പെടുത്തുന്നത്. സോ അങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. രാജ്യം പുരോഗമിക്കുക എന്ന് പറയുമ്പോൾ എല്ലാ മേഖലയും പുരോഗമിക്കുക, നന്മയും തിന്മയും പുരോഗമിക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പഴയ രീതിയിലെ സംസ്കാരമൊന്നുമല്ല കുട്ടികൾക്ക്. അപ്പനെ അമ്മയൊക്കെ പാടാ പോടാ, അതൊരു സ്നേഹത്തിന്റെ ഭാഗമായിരിക്കും. പക്ഷെ പഴയ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുകയാണ്. പക്ഷെ അത് പുതിയ വിദേശ സംസ്കാരത്തിന്റെ ഭാഗമാണ്. പിന്നെ നമുക്ക് മറ്റൊന്ന് പറയാൻ എനിക്ക് പറയാനുള്ളത്, നല്ല സാധ്യതകളുള്ള ഈ ലോകത്ത്, ഈ നമ്മുടെ രാജ്യത്ത്, ഭാരതത്തിൽ വിവിധ സെഗ്മെന്റുകളിൽ ഒത്തിരി സാധ്യത. ഞാൻ പറയാൻ വേണ്ടി ഡോക്ടറോ എഞ്ചിനീയറോ ഒന്നുമല്ല, അതിന്റെ പഴയ ട്രഡീഷണലായിട്ടുള്ള പ്രൊഫഷൻസ് ആണ്. ഈവൻ നമ്മുടെ സിവിൽ സർവീസ് പോലും നമുക്കറിയാം 36 വകുപ്പുകളുണ്ട്. ഈ കളക്ടറും IAS IPS ഒന്നും അല്ല, അല്ലെങ്കിൽ IPS ഒന്നും അല്ല, 36 സെക്ഷനുകൾ. അതായത് എന്തൊരു സാധ്യതയുണ്ടെന്നറിയാം. അപ്പൊ അങ്ങനെയുള്ള ഞാൻ ഈ പറയുന്ന നിങ്ങൾക്കൊരു പക്ഷേ ഏറ്റവും ഇഷ്ടപ്പെട്ട സർഗാത്മക കഴിവ് ഏതാണോ ആ കഴിവിനെ പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് വരണം. ഇപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ഇങ്ങനെയുള്ള റോബോട്ടിക്സ് അല്ലെങ്കിൽ AI അതൊക്കെയാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. ഒപ്പം തന്നെ മറ്റു ചില കഴിവുകളുണ്ട്. ഞാൻ പറഞ്ഞിരുന്നാൽ ഒരു സാധാരണ ഒരു വ്യക്തിയായിരുന്നു സഞ്ജു സാംസൺ. ആ സഞ്ജു സാംസണ് വലിയ ആഗ്രഹമായിരുന്നു ക്രിക്കറ്ററാണ്. ആ ആഗ്രഹം തന്നെ മനസ്സിൽ വെച്ചുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോയി ലോകം അറിയപ്പെട്ട ക്രിക്കറ്ററായിരുന്നു. ഒരു മലയാളിയാണ്, സാധാരണ ഒരു ഗ്രാമത്തിൽ പഠിച്ചു കൊടുക്കുന്നവനാണ്. ഇന്ത്യൻ ടീമിലായിട്ട് മറ്റൊരു ചെറിയൊരു ഉദാഹരണമാണ് നമ്മുടെ സന്തോഷ് കുളങ്ങര. നമ്മൾക്ക് അവിടെ ടൂറിന് പോകുമ്പോഴേക്ക് ചെറിയ ഡയറി വിനോദസഞ്ചാരത്തിന് പോയാൽ നമ്മുടെ ഡയറി എഴുതുമായിരുന്നു, സമ്മാനമൊക്കെ തരുമായിരുന്നു അധ്യാപകർ. പക്ഷെ വ്യത്യസ്തമായിട്ട് സന്തോഷ് കുളങ്ങര എന്ത് ചെയ്തു, നെതർലാൻഡ്സ് ആയിക്കോട്ടെ, യൂറോപ്പിലായിക്കോട്ടെ, അമേരിക്കൻ രാജ്യങ്ങളിലായിക്കോട്ടെ, അവിടെയൊക്കെ യാത്ര ചെയ്തിട്ട് എങ്ങനെ നമ്മൾ നേരിട്ട് കാണുന്ന മാതിരി തന്നെ മനസ്സിലാക്കിയിട്ട് സ്വന്തം ചാനൽ ഉണ്ടാക്കി, സഫാരി എന്ന ചാനൽ പിടിച്ച് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ആളാണ്.
സന്തോഷിന്റെ ഒരു പ്രത്യേകതയായിരുന്നു വ്യത്യസ്തമായിട്ട് ആ ടൂർ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചു. അപ്പോൾ വ്യത്യസ്തമായിട്ട് എന്ത് ചെയ്യുവാൻ കഴിയുമോ അവർ ശ്രമിക്കുമ്പോൾ അതിന് നമുക്ക് നല്ലൊരു ആഗ്രഹം മനസ്സിലാക്കും. ആ ആഗ്രഹം വേണം നമ്മളെ കൈപിടിച്ച് ഉയർത്തുക. നമുക്ക് പിള്ളേർക്കെല്ലാം അറിയാം, നമ്മുടെ പണ്ട് ഈ അമ്പലപ്പുറത്തിലൊക്കെ ഈ പ്രായമുള്ള കച്ചവടക്കാർ വന്ന് ബലൂൺ, ഹൈഡ്രജൻ ബലൂൺ അല്ലെ ഉയർത്തുവായിരുന്നു. ചുമല, പച്ച, മഞ്ഞ, വർണ്ണക്കളറുകളുള്ള ഹൈഡ്രജൻ ബലൂൺ. അതിങ്ങനെ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കും. പിള്ളേർ പോയി മേടിക്കും, മേലോട്ട് പൊക്കി വിടും. കുറച്ച് കഴിയുമ്പോൾ ഈ കച്ചവടം വയ്ക്കുമ്പോഴേക്ക് ഈ അച്ഛൻ പ്രായമുള്ള മനുഷ്യൻ വീണ്ടും ഒരെണ്ണം പുള്ളി തന്നെ വെറുതെ വിടും. അപ്പോഴേക്കും പിള്ളേർ വീണ്ടും വന്ന് മേടിക്കും. ഭയങ്കര രസമാണ് ഇത് കാണാൻ. ഒരു കൊച്ചു വന്നിട്ട് അച്ഛനോട് ചോദിച്ചു, വെച്ചാൽ അങ്കിൾ ഇതിനകത്ത് ബ്ലാക്ക് കളർ ഉള്ള ബലൂൺ ഇതുപോലെ പൊക്കിയാൽ ഇത് പൊങ്ങിപ്പോകുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അതിൻ്റെ ബ്ലാക്ക് കളർ ബലൂൺ ഇല്ലായിരുന്നു. കുട്ടിക്ക് സംശയം തോന്നി. അപ്പോൾ ഈ അങ്കിള് പറഞ്ഞു, മോനെ അതിൻ്റെ കളറല്ല അതിനെ അത്രത്തോളം ഉയർത്തുന്നത്, അതിൻ്റെ ഉള്ളിലടങ്ങിയിരിക്കുന്ന ഘടകമാണ് അതിനെ അത്രത്തോളം ഉയർത്തുന്നത് എന്നത് പറഞ്ഞതുപോലെ തന്നെ നമ്മളെ ഉയർത്തുന്നത് നമ്മുടെ ഉള്ളിലടങ്ങിയിരിക്കുന്ന ആഗ്രഹം. നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് ആഗ്രഹം സാധിച്ചു തരാനുള്ള സാധ്യത നമ്മുടെ രാജ്യത്തുണ്ട്. പഴയ കാലത്തൊക്കെ നമ്മൾ പരീക്ഷ പാസ്സായാൽ ആരറിയാനും വീട്ടുകാരറിയില്ല, ക്ലാസ് പഠിക്കുന്ന സാറിന്മാർ മാത്രം അറിയും. പക്ഷെ ഇന്നതല്ല, പബ്ലിക് മുഴുവൻ നമുക്ക് സപ്പോർട്ട് ചെയ്യുകയാണ്. സോഷ്യൽ ഒരു കമ്മിറ്റ്മെന്റ് എല്ലാവർക്കും ഉണ്ടായിക്കൊണ്ടിരിക്കും. അതിന്റെ ഭാഗമായിട്ട് പബ്ലിക്ക് നമ്മളെ അംഗീകാരം തരും. ഇന്നിവിടെ അംഗീകാരം കൊടുക്കുന്നുണ്ട്, ആദരവ് കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം 86 പിള്ളേർ ഈ CM ടെസ്റ്റിൽ അത് പഠിച്ച് പാസ്സായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള അംഗീകാരം ലോകം മുഴുവൻ കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ആ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് വലുതാണ്. നിങ്ങൾക്കൊക്കെ തീർച്ചയായിട്ടും ഈ കുട്ടികൾക്ക് നല്ല നല്ല പിന്തുണ കൊടുത്തുകൊണ്ട് ഇവരെയൊക്കെ ഭാവിയുടെ നല്ല ആൾക്കാരാകണം. അതുപോലെ തന്നെ നിങ്ങൾ ഒരു കാര്യങ്ങൾ ചെയ്യണം. ഇവർക്ക് സാധാരണ നമ്മുടെ ഈ ലെവലിലുള്ള കുട്ടികൾക്ക് ഒരു സോഷ്യൽ ജനറലായിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയാൻ പ്രയാസം. പഞ്ചായത്ത് മെമ്പർ ആരാന്ന് വെച്ചൊന്നും അറിയില്ലായിരിക്കും. നമുക്ക് ലോക രാജ്യങ്ങളിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളത് പിള്ളേർ ചർച്ച ചെയ്യും. ഇന്ത്യയിലെ വിവിധ സ്റ്റേറ്റുകളിൽ എന്തൊക്കെ ഏതൊക്കെയാണ്, അവരുടെ ഭാഷ എന്താണ്, അവരുടെ സംസ്കാരം എന്താണ് അറിയാം. നമ്മുടെ നാട്ടിലെ വില്ലേജ് ഓഫീസിൽ എന്താ നടക്കുന്നത്, പഞ്ചായത്ത് ഓഫീസിൽ എന്താ നടക്കുന്നത്, പോലീസ് സ്റ്റേഷൻ എന്താ നടക്കുന്നത്, അങ്ങനെ ജനറലായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞെങ്കിൽ മാത്രമേ വിദ്യാർത്ഥികൾക്ക് നമ്മുടെ കാലത്ത് മുന്നോട്ട് പോകാൻ പറ്റൂ. ഒരു വിഷയം മാത്രം പഠിച്ചുകൊണ്ട് കാര്യമില്ല. ഒരു ജനറൽ എത്തിക്സ്, നമുക്ക് സോഷ്യൽ കമ്മിറ്റ്മെന്റ്, ഇതെല്ലാം നമുക്കുണ്ടെങ്കിൽ മാത്രം അതിന് വീട്ടുകാർ സപ്പോർട്ട് ചെയ്യണം, അധ്യാപകർ സപ്പോർട്ട് ചെയ്യണം. തൊട്ടുവാതിക്ക സംഭവിക്കും. അതുപോലെ തന്നെ നല്ല മൂല്യബോധമുള്ള കുട്ടികളായിട്ട് പിള്ളേരെ വളർത്തണം. അത് പറഞ്ഞു കൊടുക്കണം. വാതിൽ ഒരു കുട്ടിക്ക് ഒരു പ്രയാസം വന്നാൽ അതിനെ സഹായിക്കുക, അല്ലെങ്കിൽ ഒരു അമ്മച്ചിക്ക് പ്രയാസം വന്നാൽ അമ്മച്ചിയെ കൈപിടിച്ച് റോഡ് ക്രോസ് ചെയ്യിപ്പിക്കുക. നമ്മുടെ മുന്നിൽ ആർക്കെങ്കിലും ഒരു പക്ഷേ ഭക്ഷണമില്ലെങ്കിൽ അവർക്ക് ഭക്ഷണം കൊടുക്കാനുള്ള തോന്നൽ പിള്ളേരുടെ മനസ്സിലുണ്ടാക്കിയാൽ തീർച്ചയായിട്ടും അവരാ രീതിയിൽ വളരും. ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ വേണ്ടി ഇങ്ങനെയുള്ള നല്ല പ്രവൃത്തികളൊക്കെ ചെയ്യുന്നു. അതുപോലെ തന്നെ ജീവിതത്തിന്റെ മാറ്റങ്ങൾ, ലോകത്തിന്റെ മാറ്റത്തിനൊപ്പം തന്നെ നമ്മൾ സഞ്ചരിക്കുവാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള നിങ്ങളുടെ ഈ ഒരു പരിപാടികൾ, ഈ വൈഭവം ഇൻസ്റ്റിറ്റ്യൂട്ട് ഫൗണ്ടേഷനൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒത്തിരി സന്തോഷമുണ്ട്. ഇതിൻ്റെ ഒരു പരിപാടി എൻ്റെ നിയോജക മണ്ഡലമായ ചങ്ങനാശ്ശേരിയിൽ തന്നെ തുടങ്ങുവാൻ സാധിച്ചത്. ഇതിനു വേണ്ട മുന്നോട്ടുള്ള പിന്തുണ എന്തുവേണം തീർച്ചയായിട്ടും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുമെന്ന് ഞാൻ കൂടുതൽ അറിയിച്ചുകൊണ്ടാണ്. നാട്ടിലെ ഡ്രീം ഓഫ് ദ ഡ്രീമാണ് ഈ കുട്ടികളെ, അവരെ ഉയർത്തിക്കൊണ്ടുവരേണ്ട സാധ്യത. ചങ്ങനാശ്ശേരി ഇത് തുടങ്ങണമെങ്കിൽ പോലും എല്ലാവരും ഈ 140 നിയോജക മണ്ഡലത്തിലുള്ള ഒരു മലയാളികൾ തീർച്ചയായിട്ടും ഇതിനകത്ത് ഉൾപ്പെടുത്തണമെന്നാണ് എന്നാണ് എൻ്റെ അറിവല്ലേ. അങ്ങനെ ഒരു വേർതിരിവൊന്നുമില്ല. ഒരു പക്ഷേ അതിന് പോയിന്റ് ഒരു ചാപ്റ്റർ ഇവിടെ ആയിരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഒരിക്കൽ കൂടി ഇതിൽ പങ്കെടുത്ത പേരൻസ് തീർച്ചയായിട്ടും നിങ്ങൾ ഇത്രയും താല്പര്യം കാണിച്ച കുട്ടികൾക്ക് വേണ്ടി ഇവിടെ വന്നത് തന്നെ അതിൻ്റെ ഒരു ഉദാഹരണമാണ്. നല്ല വഴി, നല്ല മാതൃകയാണ്. മുന്നോട്ടുള്ള നമ്മുടെ ഈ ഒരു നല്ല പ്രയാണത്തിന് എൻ്റെ എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ട് ഇതിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം നടത്തിയാൽ ഞാൻ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഫൗണ്ടേഷന്റെ ആദരവ് നൽകുകയാണ്. ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി പ്രിയപ്പെട്ട MLA ക്ഷണിക്കുന്നു. ആദരവ് നൽകുന്നതിനായി ഫൗണ്ടർ CEO ശ്രീകുമാരി ടീച്ചറിനെ ക്ഷണിക്കുന്നു. CM Kids അവാർഡ് നേടിയ 5 കുട്ടികൾക്ക് MLAക്ക് തിരക്കാണ്. അതുകൊണ്ട് ആദ്യത്തെ 5 കുട്ടികൾക്ക് അവാർഡ് നൽകി സഹകരിക്കണമെന്ന് അപേക്ഷിക്കുന്നു.
ആദിശേഷ് പി ജയൻ, ഐശ്വര്യ എ അനിൽ, അക്ഷര രാജീവ്, അനുഗ്രഹ സഞ്ജു, ആരാധന അനീഷ്,